കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ പിടിച്ച മീനിൻ്റെ തല. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഒമാൻ ട്രക്ക് ആൻഡ് കുക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സെറ്റപ്പ് കണ്ടിട്ട് മനസ്സിലായല്ലോ, ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു മുട്ടൻ ഒരു 10 കിലോ ഒക്കെ വരുന്ന ഒരു വറ്റ കിട്ടിയായിരുന്നു. അപ്പോൾ അത് ആ വറ്റയുടെ തല ഞാൻ അങ്ങോട്ട് നമ്മുടെ ഷാപ്പിലെ കറി അങ്ങോട്ട് വെച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് പരിപാടി. നല്ല 10 കിലോ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, നല്ല മുട്ടൻ തല. എൻ്റെ തല തന്നെ വലുതാണ്. അപ്പോൾ നമുക്ക് അവനെ അങ്ങോട്ട് പഠിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കള്ളൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് ഞാനത് ചാനം ചൂടാക്കി കയറ്റി അതിലേക്ക് ഞാൻ പെട്ടെന്ന് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഓക്കെ, പാത്രം നമ്മളിൽ ഉരുളി പോലത്തെ ഒരു പാത്രമാണ് വേണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ഇപ്പോൾ ഇതേ ഉള്ളൂ. അപ്പോൾ അതിൽ വെച്ച് നമുക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ കടുക് ഇടാണ്. ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ചല്ല ചതച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പിടിക്കാൻ പോയി, നല്ല ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കാര്യമായിട്ട് അടിച്ചില്ല. പക്ഷെ ഇത് നമ്മുടെ ഒരു പാകിസ്ഥാനി സുഹൃത്തുക്കളുണ്ട്, അവർ തന്നതാണ് ഈ തല. ആക്ച്വലി നമുക്ക് തലയല്ല, ഈ മീൻ 10 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു. നമ്മൾ ഒരു 5-6 പേരുണ്ടായിരുന്നു. അതിൽ അവർക്കാണ് മെയിനായിട്ട് അടിച്ചത്. അപ്പോൾ അവരാണ് നമുക്ക് തന്നത്. പക്ഷെ ഇത് പിടിച്ച മീനാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇന്നലെയാണ് പിടിച്ചത്. ഇന്നലെ ഈ നേരത്ത് വെള്ളത്തിൽ ചാടി ഓടി നടന്നുകൊണ്ടിരുന്ന മീനാണ് നമ്മൾ പിടിച്ചത്. ഇപ്പോൾ അടപ്പത്ത് കയറ്റി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും മൂത്ത് കഴിഞ്ഞു. അതിലേക്ക് ഞാൻ കുറച്ച് അരച്ച് വെച്ച സവോളയും കുറച്ച് അരച്ചായിരുന്നു, ചെറിയുള്ളിയും കുറച്ച് അരച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ചേർക്കുന്നു. നമ്മൾ ഈ വറ്റ പിടിക്കുന്നതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നമ്മൾ ഇടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് കമൻറ്റ്സ് ഇച്ചിരി കുറവാണ്. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. നല്ലതായാലും ചീത്തയായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കറക്ഷൻസ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തത് നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും കൂടി ഞാൻ കീറി പച്ചമുളകാണ്. ചെറിയുള്ളിയും സംഭവം കഴിഞ്ഞു. ഞാൻ കുറച്ച് ഉലുവപ്പൊടി ചേർക്കുക. അപ്പോൾ നമുക്കത് തല മുഴുവനോടെ അങ്ങനെ മുക്കണം. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തത്. പിന്നെ നമുക്ക് ഉരുളി പോലെ റെഡി ആക്കണം. അതുവരെ തന്നെ ബാക്കിൽ നിന്ന് കഴിഞ്ഞ് വരെ കൊണ്ടുവരണം. അടുത്തത് നമുക്ക് കുറച്ച് കറിവേപ്പില, ഞാൻ കറിവേപ്പില ഇടാം. അതിലേക്ക് കുറച്ച് കുടംപുളി ഇടണം. കുടംപുളി ജസ്റ്റ് ഒരു 3 കുടംപുളി ഇടുന്നുണ്ട്. പുളി വേറെ ചേർക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ഞാനത് ജസ്റ്റ് ഒന്ന് ഇടുന്നു എന്നുള്ളത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഞാനങ്ങോട്ട് ചേർക്കണം. കുടംപുളി വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറിവേപ്പില ഞാൻ ആദ്യം ചേർത്തു. അത് കഴിഞ്ഞ് ആ വെള്ളം ഞാൻ അങ്ങോട്ട് ഒഴിക്കുകയാണ്. അതിൻ്റെ ഇത്രയും കുടംപുളിയുടെ വെള്ളമാണ്. അപ്പോൾ അത് കാരണം ഞാൻ പുളി അതിൽ കുറച്ചിട്ടുള്ളൂ. അപ്പോൾ കുടംപുളി വെള്ളം റെഡിയാക്കിയത് കുടംപുളി അതിലേക്ക് വെള്ളം ഒഴിക്കുന്നു, കല്ലുപ്പിടുന്നു, കറിവേപ്പില ഇടുന്നു. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് മസാല ഒന്ന് റെഡിയാവും. അതിൽ വെള്ളം തനിയെ ഇത് വേറെ നിൽക്കും. എന്തായാലും വേറെ വെള്ളം ചേർക്കണം, കാരണം വലിയ തലയാണ്. അപ്പോൾ തല മുങ്ങിക്കിടക്കണം, പിന്നെ അത് വറ്റി വരണം. ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ സാദാ പുളി അതിൻ്റെ കുറച്ച് ചേർക്കുന്നുണ്ട്. വേറൊരു രുചിയാണ് അതിന്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ ഒരു 1-1.5 ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത്, അതിപ്പോൾ നല്ല കട്ടിയിലാണ് കറി ഇരിക്കുന്നത്, ഗ്രേവി ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ മീൻ വെന്ത് നമുക്ക് ഈ ഒരു ഇതിലോട്ട് വരണം. അപ്പോൾ അതിന് കുറച്ച് പണിയുണ്ട്. വീണ്ടും കുറച്ച് വെള്ളം ചേർക്കണം. അപ്പോൾ നമ്മുടെ പിടിച്ച മീനിൻ്റെ തല അതെന്തായാലും 1-2 കിലോൻ്റെ മുകളിലുണ്ട് തല മാത്രം. ഞാൻ ഇതെല്ലാം ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് കണ്ടു. ഓക്കെ,
എടുത്ത് വയ്ക്കാം. ഇങ്ങനെ മീനിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ സാധനം ഉണ്ടല്ലോ മീനിൻ്റെ നെയ്യാണ്. അപ്പം നമ്മൾ അതും കൂടി ഇതിലോട്ട് ചേർക്കണം. ഇച്ചിരി കറിക്കൊരു ടേസ്റ്റ് ഉണ്ടായിക്കോളും. ഒരു സീക്രട്ട് റെസിപ്പിയാണ്. കുറച്ച് കഷ്ണങ്ങളുണ്ട് നമ്മളിട്ട്. അപ്പോൾ അത് അടയ്ക്കുകയാണ്. അവിടെ ഇരിക്കും. അപ്പോൾ ഞാനത് മറിച്ച് നമുക്കതിന് ഒരു സൈഡ് നല്ലോണം വെന്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ സലാല സൈഡിൽ നിന്ന് പിടിക്കുന്ന മീനിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് മസ്കറ്റിൽ കിട്ടുന്ന മീൻ അങ്ങനെ ഒരു ചില മീനുകൾക്ക് ഉണ്ട്, പക്ഷെ സലാലയിൽ വെള്ളത്തിൻ്റെ പ്രത്യേകത ഒന്നും അറിയത്തില്ല. അവിടുത്തെ മീനിനൊരു ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ നമ്മുടെ ബ്രീം ഇവിടെ കിട്ടും, ഒരു ഗ്രേ ബ്രീമൊക്കെ കിട്ടും. അത് ഇതുപോലെ മസ്കറ്റിൽ കിട്ടുന്നത് ഫ്രൈ ചെയ്താലും ശരി വെച്ചൊരു റബ്ബർ പോലെ ഇരിക്കും. നേരെ മറിച്ച് നമ്മൾ സലാലയിൽ നിന്ന് കിട്ടുന്ന സാധനം ഏറ്റവും വലുതിൽ പോലും പഞ്ഞ് പോലെ ഇരിക്കുന്ന ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് ഇത്രയും കിലോമീറ്ററുകൾ ഡ്രൈവ് ചെയ്ത് പോയി മീൻ പിടിക്കാനുള്ള ഒരു ഹരം കാണിക്കുന്നത്. അങ്ങനെ ഒന്ന് കോരി ഒഴിച്ചു. സംഭവം റെഡി ആയിട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മുകളിൽക്കൂടെ ഒന്ന് പച്ച വെളിച്ചെണ്ണ മതി. റെഡി. അപ്പോൾ ദേ നമ്മുടെ ഷാപ്പിലെ തലക്കറി, ഒമാനിൽ ഷാപ്പിലെ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കപ്പയായിരുന്നു പ്രതീക്ഷ, പക്ഷെ കപ്പ കിട്ടിയില്ല. അത് കാരണം നമ്മൾ നല്ല കുത്തരി ചോറ് ഇതുണ്ടോ നമ്മൾ കുത്തരി ചോറ് ഇട്ടിട്ട് ഓക്കെ. ഞാൻ നമ്മുടെ തല അത് മുഴുവൻ ഇങ്ങനെ ഉടഞ്ഞായിരിക്കും ഇരിക്കണ്ടാവും. അപ്പം ഞാനത് ഇങ്ങനെ ഉടഞ്ഞ ചില അടിയിലത്തെ ഭാഗം ഉടഞ്ഞു പോയി. അപ്പം ഒരു പീസ് അതിൽ നിന്ന് എടുക്കണം സെപ്പറേറ്റ് ആയിട്ട്. ഇപ്പം കഴിക്കട്ടെ. ഞാൻ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ വിട്ടുവിട്ട് ഇങ്ങനെ നിൽക്കണം. മാംസം ഇതേ മാംസമുണ്ട്, അതിങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. ഇങ്ങനെ ഉരുട്ടി എല്ലാം കറക്റ്റാണ്. പിള്ളേർക്ക് കറക്റ്റാണ്. ഒരുപാട് എരിവില്ല. ഷാപ്പിലെ കറിയാന്ന് പറഞ്ഞാലും മുളകൊന്നും അങ്ങോട്ട് വലിച്ചു വാരി ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ പെട്ടെന്ന് നമ്മൾ എടുത്തു. ഒന്നില്ലെങ്കിൽ ഒന്ന് രാത്രിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ നാളേക്ക് ആകുമ്പോഴത്തേനും സംഭവം ഉഷാറാവും. എരിവില്ല. ക്യാമറമാൻ കണ്ടിട്ടില്ല. അമ്മക്ക് ഇങ്ങനെ ക്യാമറ ഉണ്ടാക്കി. അതെ, നമ്മൾ കള്ള് കുറച്ച് ഒഴിച്ചേക്കാന്ന് വിചാരിച്ചു. നല്ല അസല് പനങ്കള്ള് കഞ്ഞിവെള്ളമാണേ, കഞ്ഞിവെള്ളം. ഒരു ആംബിയൻസ് അത്രേ ഉള്ളൂ. ഇതിങ്ങനെ ഉരുട്ടുക. അപ്പം ഇനി ബാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ.
പൊന്നുമണി നല്ല വിശന്നിരിക്കുന്ന സമയം നല്ല ടേസ്റ്റാന്ന് സൂപ്പറാ. ചോറ് തുപ്പ് കുറവുണ്ടെങ്കിലേ ഉള്ളൂ. ചോറ് മീമി കൊള്ളാവോ? സൂപ്പറാന്ന് പറഞ്ഞേ. സൂപ്പർ. പിള്ളേരൊക്കെ വിശന്നിട്ട് അറ്റാക്കിംഗ് സ്റ്റേജിലേക്ക്. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു റെസിപ്പി ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഹരീഷ്, Aaron and Eva and Roy. റോയ്സ് സൈനിങ് ഔട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അപ്പോൾ കുടംപുളി ഞാൻ തിളപ്പിച്ചേണത്ത് കുടംപുളിയിൽ വെള്ളമൊഴിച്ച് ഉപ്പിട്ട് പിന്നെ ഉപ്പും ഓക്കെ കട്ട് ചെയ്തിട്ടൊന്നും